ഹലോ എവരിവൺ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു റെസ്യൂമെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ നമ്മുടെ അവോധയിൽ നടത്തുന്ന ജാപ്പിന് അല്ലെങ്കിൽ ഒരു മോക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾ കയറുമ്പോൾ ആദ്യം നമ്മുടെ ട്യൂട്ടർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവർ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ റെസ്യൂമെയാണ്. അപ്പോൾ ഈ റെസ്യൂമെ കണ്ടിട്ടാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ ചാർട്ട് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെയധികം അട്രാക്റ്റീവ് ആയിരിക്കണ്ടേ. അപ്പോൾ ഇത് എങ്ങനെ അട്രാക്റ്റീവ് ആക്കാമെന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ക്യാൻവയുടെ ഇൻ്റർഫേസ് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആസ് സൂൺ ആസ് യു ഓപ്പൺ ക്യാൻവ, അതായത് ക്യാൻവ തുറന്ന ഉടനെ നിങ്ങൾക്ക് കാണുന്നത് ഈ ഒരു സ്ക്രീനായിരിക്കും, അതായത് നിങ്ങളുടെ ഹോം പേജ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടെംപ്ലേറ്റ്സ് തുറക്കുക എന്നുള്ളതാണ്. ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. അതായത് നിങ്ങൾക്ക് ഒരു PPT ക്രിയേറ്റ് ചെയ്യണമെങ്കിലും, അതായത് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും, അല്ലെങ്കിൽ ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഈ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റെസ്യൂമേസ് ആണ്. അപ്പോൾ റെസ്യൂമേസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. ആ റെസ്യൂമേസ് എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് ഈ ടെംപ്ലേറ്റ്സ് ഉള്ള ഒരു ടാബിലേക്കായിരിക്കും. ഇതെല്ലാതും റെസ്യൂമയുടെ ടെംപ്ലേറ്റ്സ് ആണ്. അതായത് ഇതെല്ലാം ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. നമ്മൾ ഒരു റെസ്യൂമെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഓർമ്മ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടമാനം കളേഴ്സ് ഒഴിവാക്കണം. കുറേ കളേഴ്സിലൊരു റെസ്യൂമെ കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു അട്രാക്ഷൻ തോന്നും, പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ്, അതായത് അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് പെട്ടെന്ന് നമ്മുടെ ഇന്റർവ്യൂവറിന് പോകും. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ടെംപ്ലേറ്റ്സ്, റെസ്യൂമിന്റെ ടെംപ്ലേറ്റ്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ സൈഡിൽ ഒരു ടാബ് കാണാം. ഇതിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസ് ഫ്രീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ക്യാൻവ എന്ന് പറയുന്നത് പെയ്ഡ് ആപ്പാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ്. പ്രൈസിന്റെ ടാബിൽ പോയിട്ട് ഫ്രീ ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ടെംപ്ലേറ്റ്സ് എല്ലാം ഫിൽട്ടർ ആവും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ഈ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റെസ്യൂമേസ് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാതും ഇതിപ്പോൾ ബ്ലാക്ക് ഒറ്റൊരു കളറുള്ളൂ. അതായത് പിന്നെ ഇത് കുറേ, അതായത് ഇങ്ങനത്തെ ഈ ടൈപ്പ് റെസ്യൂമേസ് ആണ് നമ്മൾ വേണ്ടെന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റർവ്യൂവർ കണ്ടമാനം കളേഴ്സ് കാണുമ്പോൾ ഇൻട്രസ്റ്റ് അവർക്ക് തോന്നും, പക്ഷെ അത് വായിക്കാനുള്ള ഒരു അവർക്കൊരു ഇതുണ്ടാവും. അതായത് അത് വായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരും. ഓക്കെ, സോ കളേഴ്സ് നമ്മൾ എത്ര മിനിമലൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും മിനിമലൈസ് ചെയ്യണം. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റെസ്യൂമെയാണ് നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. അതായത് ഇതിൽ ആകെ 3 കളറുള്ളൂ, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഗ്രേ. ഓക്കെ, സോ ഈ ഒരു ടെംപ്ലേറ്റ് എടുക്കാം. ഓക്കെ, ടെംപ്ലേറ്റ് എടുത്തിട്ട് കസ്റ്റമൈസസ് ടെംപ്ലേറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് എടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു ടെംപ്ലേറ്റ് തുറന്നു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലുള്ള കണ്ടന്റ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാതും ഓരോരോ സെക്ഷൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സോ ആദ്യം പേര് എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ പേര് എന്താണെന്ന് വെച്ചാൽ ആ പേര് അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ പേര് അടിക്കുന്നു, ജോർജ് ആൽസ്റ്റൺ. ഓക്കെ, സോ നമ്മുടെ പേര് എഡിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പൊസിഷനാണ്. നിങ്ങൾ ഏത് കോഴ്സാണ് പഠിച്ചത് അതിനനുസരിച്ചുള്ള പൊസിഷനായിരിക്കും നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചെങ്കിൽ ഗ്രാഫിക് ഡിസൈനർ, അത് കറക്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പഠിച്ചെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് കൊടുക്കാം. മെഡിക്കൽ കോഡിംഗ് ആണെങ്കിൽ മെഡിക്കൽ കോഡർ എന്ന് കൊടുക്കാം, ആൻഡ് സോ ഓൺ. സോ ഇങ്ങനത്തെ നിങ്ങളുടെ പൊസിഷൻ എന്താണ്, അതായത് നിങ്ങൾ ഏത് കോഴ്സാണ് പഠിച്ചത് അതിനനുസരിച്ചുള്ള ഡെസിഗ്നേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ ഇത് ഗ്രാഫിക് ഡിസൈൻ, ഞാനിത് മാറ്റാൻ നിൽക്കണില്ല, ഗ്രാഫിക് ഡിസൈൻ എന്നാണ് നിൽക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ഒന്ന് മാറ്റി കാണിച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റർ ആക്കാം. ഡിജിറ്റൽ. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ഓരോരോ ഓപ്ഷൻസ് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ നല്ലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലാത്ത കാഷ്വൽ ആയിട്ടുള്ള ഇതേപോലത്തെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസും ആഡ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. സോ ഇത് ഓൾറെഡി ഒരു ഇമേജ് ഇവിടെ ഉണ്ട്. ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു ഇമേജ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വേറൊരു ഇമേജ് നിങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ചെയ്യാം. അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കൊരു ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. ആ ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് നമ്മൾ വരുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതായത് നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, നിങ്ങളുടെ സ്കൂളിംഗ് എവിടെയായിരുന്നു, കോളേജ് എവിടെയായിരുന്നു പഠിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. സോ ഇത് നിങ്ങളുടെ കോളേജിൻ്റെ പേരായിരിക്കും, അതായത് എനി യൂണിവേഴ്സിറ്റീസ്. പിന്നെ 2021 to 2024 വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ഡിസൈൻ, അതായത് ഈ ടെംപ്ലേറ്റിലുള്ളൊരു ഡേറ്റ് ആണിത്. അതായത് 2021 to 2024 എന്ന് പറയുമ്പോൾ 4 വർഷം, അതായത് 21, 22, 23, 24.
സോ ഈ എത്ര വർഷമാണ് നിങ്ങളവിടെ പഠിച്ചത്, അപ്പോൾ എപ്പോൾ മുതലാണ് തുടങ്ങിയത്, എപ്പോഴാണ് അവസാനിച്ചത്, നിങ്ങളുടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ +2 വരെയുള്ള ഡേറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ എക്സ്പീരിയൻസ്, പ്രീവിയസ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതായത് വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഡേറ്റ് എഡിറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ 2019 ഏതെങ്കിലും ഒരു സോ കോൾ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2019 കൊടുക്കാം. എന്നിട്ട് ആ കമ്പനിയുടെ പേര് കൊടുക്കാം. പേര് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, അതായത് എന്തായിരുന്നു നിങ്ങളുടെ അവിടുത്തെ ഒരു ജോബ് പ്രൊഫൈൽ, അവിടെ എന്തായിരുന്നു നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഇവിടെ 3 സെക്ഷൻസ് ആണുള്ളത്. ഓക്കെ, സോ ഇത് 2019, ഇത് ചിലപ്പോൾ നിങ്ങൾ 3 ഡിഫറെൻറ്റ് കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ഡിഫറെൻറ്റ് കമ്പനീസ് കൊടുക്കാം. അല്ലെങ്കിൽ ആകെ ഒരു കമ്പനിയിലും അല്ലെങ്കിൽ 2 കമ്പനിയിലും മാത്രമാണെങ്കിൽ ഈ തേർഡ് സെക്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 കമ്പനിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ 2 കമ്പനിയുടെ ഇൻഫർമേഷൻ മാത്രം ഇവിടെ കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മൂവ് ചെയ്യാം. കോൺടാക്ട്, അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ബ്ലോഗർ ആണെങ്കിൽ, നിങ്ങൾ എഴുതുന്ന ഒരാൾ കണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ ആ ബ്ലോഗിൻ്റെ ഒരു ലിങ്ക് അതായത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ പിന്നെ ഇൻ്റർവ്യൂവർക്ക് അത് വളരെ എളുപ്പത്തിൽ കോപ്പി ചെയ്തിട്ട് അത് ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ബ്ലോഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് വളരെ എളുപ്പത്തിൽ കാണാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്കിൽസ്, എന്താണ് നിങ്ങൾ പഠിച്ചത്, എന്താണ് നിങ്ങളുടെ സ്കിൽസ്, എന്താണ്. ഇപ്പോൾ എൻ്റെ സ്കിൽസ് എന്ന് പറയുന്നത് കണ്ടന്റ് റൈറ്റിംഗ്, സ്പീക്കിംഗ് സ്കിൽസ്, പിന്നെ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതേപോലത്തെ നിങ്ങൾ എന്തിലൊക്കെയാണ് നിങ്ങൾക്ക് സ്കിൽസ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇസ് എ ട്രാൻസ്ലേഷൻ ഓഫ് അല്ലെങ്കിൽ ഒരു സിനോണിം ഫോർ ഹോബീസ് ആണ്. നിങ്ങളുടെ ഹോബീസിനുള്ള ഒരു സിനോണിമാണ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫർ ആണോ, നിങ്ങൾ ഫുട്ബോൾ കളിക്കുകയോ, സ്വിമ്മിംഗ് ആണോ, അതോ പെയിന്റിംഗ് ആണോ, ഡ്രോയിങ് ആണോ, റൈറ്റിംഗ് ആണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാംഗ്വേജസ്, അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായത് ഏതൊക്കെ ഭാഷകൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു 3-4 ഭാഷ അറിയാം. അപ്പോൾ ആ ഭാഷകൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇതേപോലത്തെ ഭാഷകളായിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഔട്ട്ഡോഴ്സ് ഉള്ള ഭാഷ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഭാഷകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫ്ലുവൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇവിടെ ലാംഗ്വേജസ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു റെസ്യൂമെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷെയർ കൊടുത്തിട്ട് എക്സ്പോർട്ട് കൊടുക്കാം, ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, PDF സ്റ്റാൻഡേർഡ് PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് അത് നിങ്ങളുടെ ക്യാൻവ എന്ന് പറഞ്ഞൊരു ഫോൾഡർ, നിങ്ങളുടെ സിസ്റ്റത്തിൽ ക്യാൻവ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ പോയി, ഡൗൺലോഡ്സിൽ ക്യാൻവ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ പോയി സേവ് ആവുന്നതാണ്. ഈ റെസ്യൂമെ ആണ് നിങ്ങൾ അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ആ ഒരു റെസ്യൂമെ നിങ്ങൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റെസ്യൂമേസ് അയച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു PDF ഫയലായിട്ട് നിങ്ങളുടെ കമ്പനിയുടെ മെയിലിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ അവർ ഈ റെസ്യൂമെ എടുത്തിട്ട് ഈ റെസ്യൂമെ വായിച്ചിട്ട്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര അധികം ഈ ഒരു റെസ്യൂമെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര അധികം എഡിറ്റ് ചെയ്തിട്ട് വളരെയധികം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള റെസ്യൂമെ ആക്കണം. പിന്നെ ഒന്നും കൂടി ഞാൻ പറയാണ്, കളർഫുൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് അട്രാക്റ്റീവായി തോന്നുമെങ്കിലും ഇന്റർവ്യൂവറിന് അത് വായിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇങ്ങനെയാണ് നിങ്ങളൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഓക്കെ, ഹാവ് എ നൈസ് ഡേ.